ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം. ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം അവന്റെ കൃപയാൽ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ദൈവം അവനെ തന്റെ രക്തത്തിലെ വിശ്വാസത്താൽ പ്രായശ്ചിത്തമായി നിയോഗിച്ചു. പാപമോചനത്തിലൂടെ കഴിഞ്ഞുപോയ പാപങ്ങളുടെ മോചനത്തിനായി തന്റെ നീതിയെ പ്രഖ്യാപിക്കാൻ അവൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്. റോമർ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 24:26. യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാണ്. പിന്നെ അവൻ പാനപാത്രമെടുത്ത് നന്ദി പറഞ്ഞു അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ, കാരണം ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലെ എന്റെ രക്തമാണ്. മത്തായി അനുപാതം 26:26-28. അവർ ഭക്ഷിച്ചപ്പോൾ യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാണ്. അവൻ പാനപാത്രമെടുത്ത് നന്ദി പറഞ്ഞ ശേഷം അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇത് അനേകർക്കു വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലെ എന്റെ രക്തമാണ്. മർക്കുസ് ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 22:24. അവൻ അപ്പമെടുത്ത് നന്ദി പറഞ്ഞു നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്കു വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അവർണം തന്റെ അത്താഴത്തതിനു ശേഷം അവൻ പാനപാത്രവും എടുത്തു പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ നിയമമാകുന്നു. ലൂക്കോസ് രാത്രി 10 മണി കഴിഞ്ഞ് 19:20. യേശു അവരോട് പറഞ്ഞതു, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടു. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയിർപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യോഹന്നാൻ രാവിലെ 7:07:56. ഇന്ന് ഞാൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു, എല്ലാവരുടെയും രക്തത്തിൽ നിന്ന് ഞാൻ ശുദ്ധനാണ്. ദൈവത്തിന്റെ എല്ലാ ആലോചനകളും നിങ്ങളോട് അറിയിക്കുന്നതിൽ നിന്ന് ഞാൻ പിന്മാറിയിട്ടില്ല. നിങ്ങളെയും ദൈവം സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ മേൽവിചാരകന്മാരാക്കി വച്ചിരിക്കുന്ന മുഴുവൻ ആട്ടിൻകൂട്ടത്തെയും ശ്രദ്ധിക്കുക. പ്രവൃത്തികൾ രാത്രി 8 മണി കഴിഞ്ഞ് 26:28. ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നാം അവനിലൂടെ കോപത്തിൽ നിന്ന് എത്രയധികമായി രക്ഷിക്കപ്പെടും. റോമർ അനുപാതം 5:9. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയില്ലേ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയില്ലേ? 1 കൊരിന്ത്യർ പകൽ 10 മണി കഴിഞ്ഞ് 16. അങ്ങനെ തന്നെ അത്താഴം കഴിഞ്ഞപ്പോൾ അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിലെ പുതിയ നിയമമാണ്, നിങ്ങൾ ഇത് കുടിക്കുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി ഈ അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും കുറ്റക്കാരനാകും. 1 കൊരിന്ത്യർ പകൽ 11 മണി കഴിഞ്ഞ് 25:27. പ്രകാരം യേശുക്രിസ്തു നമ്മെ തന്റെ അടുക്കലേക്ക് ദത്തെടുക്കേണ്ടതിന് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. തന്റെ കൃപയുടെ മഹത്വത്തിന്റെ സ്തുതിക്കായി അവൻ നമ്മെ പ്രിയനായവനിൽ സ്വീകരിച്ചു. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് ഉണ്ട്. അവന്റെ കൃപയുടെ സമ്പന്നയ്ക്ക് അനുസൃതമായി പാപമോചനം. എഫെസ്യർ അനുപാതം 1:5-7. എന്നാൽ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഒരിക്കൽ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരാകുന്നു. എഫെസ്യർ രാത്രി 2 മണി കഴിഞ്ഞ് 13. വെളിച്ചത്തിലുള്ള വിശുദ്ധന്മാരുടെ അവകാശത്തിൽ പങ്കാളികളാകാൻ നമ്മെ പ്രാപ്തരാക്കിയ പിതാവിന് സ്തോത്രം ചെയ്യുന്നു. ഇരുട്ടിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ വിടുവിച്ച് തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ വിവർത്തനം ചെയ്തവൻ, അവനിൽ അവന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്, പാപമോചനം പോലും. കൊലോസ്യർ രാത്രി 1 മണി കഴിഞ്ഞ് 12:14.
അവൻ മുഖാന്തരം അവന്റെ കുരിശിന്റെ രക്തം വഴി സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ ആയ സകലത്തെയും തന്നോട് നിരപ്പിക്കാൻ അവൻ മുഖാന്തരം ഞാൻ പറയുന്നു. കൊലോസിൽ രാത്രി 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അതിൽ തന്നെ പങ്കാളിയായി. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ മരണത്താൽ നശിപ്പിക്കാൻ വേണ്ടിയാണിത്. എബ്രായർ രാത്രി 2 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. 9. ആദ്യ ഉടമ്പടിയിൽ ദൈവിക സേവനത്തിനുള്ള ചട്ടങ്ങളും ലൗകികമായ ഒരു വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. എന്തെന്നാൽ ഒരു കൂടാരം ഉണ്ടാക്കിയിരുന്നു. ആദ്യത്തേതിൽ നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിനെ വിശുദ്ധ മന്ദിരം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ തിരശ്ശീലയ്ക്ക് ശേഷം അതിവിശുദ്ധം എന്ന കൂടാരം. അതിൽ സ്വർണ്ണ ധൂപകലശവും ചുറ്റും സ്വർണം പൊതിഞ്ഞ നിയമപെട്ടകവും ഉണ്ടായിരുന്നു. അതിൽ മണ്ണ വച്ചിരുന്ന സ്വർണ്ണപാത്രവും അഹരോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ മേശകളും ഉണ്ടായിരുന്നു. അതിന്മേൽ കൃപാസനത്തെ തണലാക്കുന്ന മഹത്വത്തിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. ഇവ ഇങ്ങനെ നിയമിക്കപ്പെട്ടപ്പോൾ പുരോഹിതന്മാർ ഇപ്പോഴും 1-ാം കൂടാരത്തിൽ കയറി ദൈവത്തിന്റെ ശുശ്രൂഷ നിർവഹിച്ചു. എന്നാൽ രണ്ടാമത്തെ കൂടാരത്തിൽ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല. അതു അവൻ തനിക്കു വേണ്ടിയും ജനത്തിന്റെ അകൃത്യങ്ങൾക്കു വേണ്ടിയും അർപ്പിക്കും. 1-ാം കൂടാരം നിലനിന്നിരുന്നപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്നതിന്റെ സൂചനയായിരുന്നു പരിശുദ്ധാത്മാവ്. ആദ്യ കൂടാരം നിലനിന്നിരുന്നപ്പോൾ വഴിപാടുകളും യാഗങ്ങളും അർപ്പിച്ചിരുന്ന അന്നത്തെ കാലത്തിന് ഒരു പ്രതീകമായിരുന്നു അത്, മനസ്സാക്ഷിയെ സംബന്ധിച്ചിടത്തോളം. ശുശ്രൂഷ ചെയ്യുന്നവനെ പൂർണ്ണനാക്കാൻ അതിന് കഴിഞ്ഞില്ല. ആ ഭക്ഷണം, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ, നവീകരണകാലം വരെ അവരുടെ മേൽ ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങൾ എന്നിവയിൽ മാത്രമേ അത് നിലനിന്നിരുന്നുള്ളൂ. വരാനിരിക്കുന്ന നന്മകളുടെ മഹാപുരോഹിതനായി വന്നിരിക്കുന്നു. കൈകൊണ്ട് പണിയാത്തതും, അതായത് ഈ കെട്ടിടത്തിൻ്റെതല്ലാത്തതുമായ വലുതും പൂർണ്ണവുമായ ഒരു കൂടാരത്തിലൂടെ. ആടുകളുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെത്താൻ ഒരിക്കൽ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് നമുക്ക് നിത്യവീണ്ടെടുപ്പ് നേടി. കാളകളുടെയും ആടുകളുടെയും രക്തവും അശുദ്ധരുടെ മേൽ തളിക്കുന്ന പശുക്കിടാവിന്റെ ചാരവും ജഡത്തിന്റെ ശുദ്ധീകരണത്തിനായി വിശുദ്ധീകരിക്കുന്നുവെങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് കളങ്കമില്ലാതെ തന്നെത്താൻ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതിനായി നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങളുടെ മനസ്സാക്ഷിയെ എത്രയധികം ശുദ്ധീകരിക്കും. അതുകൊണ്ടുതന്നെ ആദ്യനിയമത്തിന് കീഴിലുള്ള ലംഘനങ്ങളുടെ വീണ്ടെടുപ്പിനായി മരണം മുഖാന്തരം വിളിക്കപ്പെട്ടവർക്ക് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. എന്നാൽ ഒരു നിയമം ഉള്ളിടത് ഒരു നിയമം സാധുവാണ്. അല്ലെങ്കിൽ നിയമകർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അതിന് ശക്തിയില്ല. അതുകൊണ്ട് 1-ാം നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചില്ല. മോശെ ന്യായമാണപ്രകാരം സകല കൽപ്പനകളും സകല ജനത്തോടും പറഞ്ഞ ശേഷം അവൻ പശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തത്തെ വെള്ളവും ചുവപ്പു നിറമുള്ള ആട്ടുരോമവും ഈസോപ്പും ചേർത്ത് എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞു. ത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള എല്ലാ ഉപകരണങ്ങളിന്മേലും അവൻ രക്തം തളിച്ചു. ന്യായപ്രമാണപ്രകാരം മിക്കവാറും എല്ലാം രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിയാതെ പാപമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ മാതൃകകൾ ഇവയാൽ ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ സ്വർഗീയമായവ ഇവയേക്കാൾ മികച്ച യാഗങ്ങൾ കൊണ്ട് തന്നെ. ക്രിസ്തു സത്യത്തിന്റെ പ്രതീകങ്ങളായ കൈകൊണ്ട് നിർമ്മിച്ച വിശുദ്ധ മന്ദിരങ്ങളിലല്ല, ഇപ്പോൾ സ്വർഗത്തിലേക്കത്രേ ദൈവസന്നിധിയിൽ നമുക്കു വേണ്ടി പ്രത്യക്ഷനാകേണ്ടതെന്ന് പ്രവേശിച്ചതും. മഹാപുരോഹിതൻ എല്ലാ വർഷവും മറ്റുള്ളവരുടെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നതുപോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിക്കേണ്ടതല്ല. അങ്ങനെയെങ്കിൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകാവസാനത്തിൽ തന്നെത്താൻ യാഗം കഴിച്ചു പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. കാളകളുടെയും ആടുകളുടെയും രക്തം പാപങ്ങളെ നീക്കിക്കളയുന്നത് സാധ്യമല്ല. എബ്രായർ അനുപാതം 10:4. അതുകൊണ്ട് സഹോദരന്മാരെ, യേശുവിന്റെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ ധൈര്യമുണ്ട്.
എബ്രായർ പകൽ 10:19 വിട്ടുമെതിക്കുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ അശുദ്ധമായി കണക്കാക്കുകയും കൃപയുടെ ആത്മാവിനു വേണ്ടി നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമായ ശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് നിങ്ങൾ കരുതുമോ? എബ്രായർ പകൽ 10:29 പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിനും ഹാബെലിന്റെ രക്തത്തെക്കാൾ മികച്ച കാര്യങ്ങൾ സംസാരിക്കുന്ന തളിക്കുന്ന രക്തത്തിനും. എബ്രായർ ഉച്ചയ്ക്ക് 12:24 മഹാപുരോഹിതൻ പാപപരിഹാരമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ ശരീരങ്ങൾ പാളയത്തിന് പുറത്ത് ദഹിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് വാതിലിന് പുറത്ത് കഷ്ടം അനുഭവിച്ചു. എബ്രായർ ഉച്ചതിരിഞ്ഞ് 1:11 നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന സമാധാനത്തിന്റെ ദൈവം തന്റെ ഇഷ്ടം ചെയ്യാൻ നിങ്ങളെ എല്ലാ നല്ല പ്രവൃത്തിയിലും പരിപൂർണരാക്കുകയും യേശുക്രിസ്തു മുഖാന്തരം തന്റെ ദൃഷ്ടിയിൽ പ്രസാദകരമായത് നിങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവനു എന്നേക്കും മഹത്വം. ആമേൻ. എബ്രായർ ഉച്ചതിരിഞ്ഞ് 1:20 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം വഴി അനുസരണത്തിനും യേശുക്രിസ്തുവിന്റെ രക്തത്താലെ തളിക്കപ്പെടലിനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. 1 പത്രോസ് അനുപാതം 1:2 ിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച നിങ്ങളുടെ വ്യർത്ഥമായ പെരുമാറ്റത്തിൽ നിന്ന് വെള്ളി, സ്വർണം തുടങ്ങിയ അക്ഷയ വസ്തുക്കളാൽ നിങ്ങളെ വീണ്ടെടുക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം, മറിച്ച് കളങ്കവുമില്ലാത്ത കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. 1 പത്രോസ് രാത്രി 1:18 എന്നാൽ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ അനുപാതം 1:7 വെള്ളത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്, യേശുക്രിസ്തു തന്നെ. വെള്ളത്താൽ മാത്രമല്ല, വെള്ളത്താലും രക്തത്താലും ആത്മാവാണ് സാക്ഷ്യം വഹിക്കുന്നത്, കാരണം ആത്മാവ് സത്യമാണ്. സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്ന മൂവരുണ്ട്, പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. ഈ മൂവരും ഒന്നാണ്. ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുന്ന മൂവരുണ്ട്, ആത്മാവ്, വെള്ളം, രക്തം. ഈ മൂന്നും ഒരുപോലെ യോജിക്കുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാണ്. കാരണം ദൈവം തന്റെ പുത്രനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യം ഇതാണ്. 1 യോഹന്നാൻ അനുപാതം 5:6-9 വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാർക്കു അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നമ്മെ സ്നേഹിച്ചവനും തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ചു തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിത്തീർത്തവനുമായവന് അവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടാകട്ടെ. ആമേൻ. വെളിപ്പാട് അനുപാതം 1:5-6 പാട്ടുപാടി പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്രകൾ പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സകലവംശത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ജനത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഉള്ളവരെ ദൈവത്തിനായി വീണ്ടെടുത്തു. വെളിപ്പാട് അനുപാതം 5:9 ഞാൻ അവനോടു, യജമാനനേ, നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി കഴുകി വെളുപ്പിച്ചവർ തന്നെ. വെളിപ്പാട് രാവിലെ 7:14 കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവർ അവനെ ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. വെളിപ്പാട് ഉച്ചയ്ക്ക് 12:11 സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര കണ്ടു. അവന്റെ മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. നീതിയിൽ അവൻ ന്യായം വിധിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാല പോലെയും തലയിൽ അനേകം കിരീടങ്ങൾ ഉണ്ടായിരുന്നു. അവന് ഒരു നാമം എഴുതിയിട്ടുണ്ടായിരുന്നു, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞില്ല. അവൻ രക്തം തളിച്ച ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്നു പേർ പറയുന്നു.
സ്വർഗത്തിലെ സൈന്യങ്ങൾ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചു വെള്ളക്കുതിരപ്പുറത്തു കയറി അവനെ അനുഗമിച്ചു. വെളിപ്പാട് രാത്രി 7 മണി കഴിഞ്ഞ് 11:14. അവന്റെ രക്തത്തിലേക്ക് നമുക്ക് ദൃഢമായി നോക്കാം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവന്റെ രക്തം എത്ര വിലപ്പെട്ടതാണെന്ന് നോക്കാം. നമ്മുടെ രക്ഷയ്ക്കായി ചൊരിയപ്പെട്ടതിനാൽ ലോകം മുഴുവൻ മനസാന്തരത്തിന്റെ കൃപ നേടിയിരിക്കുന്നു. കൊരിന്ത്യർക്കുള്ള ക്ലെമന്റിന്റെ 1-ാം ലേഖനം അനുപാതം 4:5. കൂടാതെ അവർ അവൾക്ക് ഒരു അടയാളവും നൽകി. അവൾ അവളുടെ വീട്ടിന്ന് ഒരു കടുംചുവപ്പ് കയർ കെട്ടി. അതുവഴി നമ്മുടെ കർത്താവിന്റെ രക്തത്താൽ ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടെടുപ്പ് ലഭിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം മാത്രമല്ല, പ്രവചനവും ഈ സ്ത്രീയിൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കാണുന്നു. കൊരിന്ത്യർക്കുള്ള ക്ലെമന്റിന്റെ 1-ാം ലേഖനം രാവിലെ 6 മണി കഴിഞ്ഞ് 10. നമുക്ക് വേണ്ടി രക്തം നൽകപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് ബഹുമാനിക്കാം. കൊരിന്ത്യർക്കുള്ള ക്ലെമന്റിന്റെ 1-ാം ലേഖനം അനുപാതം 10:6. ദാനധർമ്മത്താൽ കർത്താവ് നമ്മെ തന്നോട് ചേർത്തു, നമ്മോടുള്ള സ്നേഹം നിമിത്തം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടത്താൽ നമുക്കു വേണ്ടി തന്റെ സ്വന്തം രക്തത്തെയും നമ്മുടെ ജഡത്തിനു വേണ്ടി തന്റെ മാംസത്തെയും നമ്മുടെ ആത്മാക്കളെയും നൽകി. കൊരിന്ത്യർക്കുള്ള ക്ലെമന്റിന്റെ 1-ാം ലേഖനം അനുപാതം 21:7. അതുകൊണ്ടാണ് നമ്മുടെ പാപമോചനത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് നമ്മുടെ കർത്താവ് തന്റെ ശരീരം നാശത്തിന് ഏൽപ്പിക്കാൻ ഉറപ്പു നൽകിയത്, അതായത് അവന്റെ രക്തം തളിച്ചുകൊണ്ട്. തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു: നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി അവൻ തകർന്നു, അവന്റെ രക്തത്താൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. കൊല്ലപ്പെടാൻ കൊണ്ടുപോകപ്പെട്ട കുഞ്ഞാടിനെപ്പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെപ്പോലെയും അവൻ വായ തുറന്നില്ല. ബർന്നബാസിന്റെ പൊതുലേഖനം അനുപാതം 4:1-3. ദൈവത്തെ അനുഗമിക്കുന്നവരായി, ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളെ തന്നെ ഉണർത്തുന്നവരായി, നിങ്ങൾക്ക് സ്വാഭാവികമായിരുന്ന പ്രവൃത്തി നിങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു. എഫെസ്യർക്കുള്ള ഇഗ്നേഷ്യസിന്റെ ലേഖനം അനുപാതം 1:3. ഏഷ്യയിലെ ത്രാലസിലുള്ള വിശുദ്ധ സഭയ്ക്ക്, യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് പ്രിയപ്പെട്ടവരും ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിന് യോഗ്യരുമായ ഇഗ്നേഷ്യസ്, മാംസത്തിലൂടെയും രക്തത്തിലൂടെയും യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിലൂടെയും സമാധാനമുള്ളവർ, അവനാലുള്ള പുനരുത്ഥാനത്തിൽ നമ്മുടെ പ്രത്യാശയാണ്. അതിന്റെ പൂർണ്ണതയെ ഞാൻ വന്ദിക്കുന്നു. അപ്പോസ്തലിക സ്വഭാവത്തിൽ തുടരുന്നു. അതിന് എല്ലാ സന്തോഷവും സന്തോഷവും നേരുന്നു. ഇഗ്നേഷ്യസിന്റെ ത്രാലിയക്കാർക്കുള്ള ലേഖനം അനുപാതം 1:1. അതുകൊണ്ട് സൗമ്യത ധരിച്ച് കർത്താവിന്റെ മാംസമായ വിശ്വാസത്തിലും, അതായത് സ്നേഹത്തിലും, അതായത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലും നിങ്ങളെ തന്നെ പുതുക്കുക. ത്രാലിയക്കാർക്കുള്ള ഇഗ്നേഷ്യസിന്റെ ലേഖനം അനുപാതം 2:7. ദാവീദിന്റെ സന്തതിയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ മാംസമായ ദൈവത്തിന്റെ അപ്പം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന പാനീയം അവന്റെ രക്തമാണ്, അത് അക്ഷയമായ സ്നേഹമാണ്. റോമർക്കുള്ള ഇഗ്നേഷ്യസിന്റെ ലേഖനം അനുപാതം 3:5. ഏഷ്യയിലെ ഫിലാഡൽഫിയയിലുള്ള പിതാവായ ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും സഭയ്ക്ക് തിയോഫോറസ് എന്നും വിളിക്കപ്പെടുന്ന ഇഗ്നേഷ്യസ്, ദൈവത്തിന്റെ ഐക്യത്തിൽ ഉറച്ചു നിൽക്കുകയും നമ്മുടെ കർത്താവിന്റെ പീഡാസഹനത്തിൽ എന്നേക്കും സന്തോഷിക്കുകയും അവന്റെ പുനരുത്ഥാനത്തിലൂടെ എല്ലാ കാരുണ്യത്തിലും നിറവേറ്റപ്പെടുകയും ചെയ്ത സഭയ്ക്ക്, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ഞാൻ അതിനെ വന്ദിക്കുന്നു. അത് നമ്മുടെ നിത്യവും കളങ്കമില്ലാത്തതുമായ സന്തോഷമാണ്. പ്രത്യേകിച്ചും അവർ ബിഷപ്പിനോടും അവനോടൊപ്പമുള്ള മൂപ്പന്മാരോടും യേശുക്രിസ്തുവിന്റെ മനസ്സനുസരിച്ച് നിയമിക്കപ്പെട്ട ഡീക്കന്മാരോടും ഐക്യത്തിലാണെങ്കിൽ, അവൻ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണ സ്ഥിരതയോടെ സ്ഥാപിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു മാംസവും അവന്റെ രക്തത്തിന്റെ ഐക്യത്തിൽ ഒരു പാനപാത്രവും ഒരു യാഗപീഠവും മാത്രമേയുള്ളൂ. ഇഗ്നേഷ്യസിന്റെ ഫിലാഡൽഫിയക്കാർക്കുള്ള ലേഖനം അനുപാതം 1:11. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശ് ജഡത്തിലും ആത്മാവിലും തറയ്ക്കപ്പെട്ടതുപോലെ
നിങ്ങൾ ഒരു അചലമായ വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്നുവെന്നും ക്രിസ്തുവിന്റെ രക്തത്താൽ സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഞാൻ നിരീക്ഷിച്ചു. നമ്മുടെ കർത്താവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇഗ്നേഷ്യസിന്റെ സ്മരണക്കാർക്കുള്ള ലേഖനം അനുപാതം 1:3. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. സ്വർഗത്തിലുള്ളവരെ മഹത്വമുള്ള ദൂതന്മാരും പ്രഭുക്കന്മാരും ദൃശ്യമോ അദൃശ്യമോ ആകട്ടെ, ക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് അവർക്ക് ശിക്ഷാവിധിയായിരിക്കും. ഇഗ്നേഷ്യസിന്റെ സ്മരണക്കാർക്കുള്ള ലേഖനം രാത്രി 2:12. നിങ്ങളുടെ യോഗ്യനായ ബിഷപ്പിനെയും നിങ്ങളുടെ ബഹുമാന്യരായ പ്രിസ്ബിറ്ററിയെയും നിങ്ങളുടെ ഡീക്കന്മാരെയും എന്റെ സഹദാസന്മാരെയും പൊതുവെ നിങ്ങളെയെല്ലാം, പ്രത്യേകിച്ച് എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലും അവന്റെ മാംസത്തിലും രക്തത്തിലും അവന്റെ പീഡാസഹനത്തിലും ജഡികമായും ആത്മീയമായും പുനരുത്ഥാനത്തിലും നിങ്ങളുമായുള്ള ദൈവത്തിന്റെ ഐക്യത്തിലും ഞാൻ വന്ദിക്കുന്നു. സ്മിർനക്കാർക്കുള്ള ഇഗ്നേഷ്യസിന്റെ ലേഖനം പുലർച്ചെ 3:22. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അവന് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും അവനെ ആരാധിക്കും. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കും. അവനിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ദൈവം അവന്റെ രക്തം ആവശ്യപ്പെടും. ഫിലിപ്പിയർക്കുള്ള പോളികാർപ്പിന്റെ ലേഖനം അനുപാതം 1:7. എന്നാൽ അവന്റെ കൽപ്പനകൾ പാലിക്കാത്തവർ തങ്ങളുടെ ജീവൻ വിട്ട് ഓടിപ്പോകുകയും അതിന് എതിരാളികളാകുകയും ചെയ്യും. അവന്റെ കൽപ്പനകൾ പാലിക്കാത്തവർ സ്വയം മരണത്തിന് ഏൽപ്പിക്കുകയും ഓരോരുത്തരും സ്വന്തം രക്തത്തിന് കുറ്റക്കാരാകുകയും ചെയ്യും. ഹെർമസിന്റെ 3-ാം പുസ്തകം പകൽ 10:13. പോയി പീലാത്തോസിനെ ഇക്കാര്യം അറിയിക്കണമെന്ന് പരസ്പരം ആലോചിച്ചു. അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം വീണ്ടും തുറക്കുന്നതും ഒരു മനുഷ്യൻ ഇറങ്ങി കല്ലറയിൽ പ്രവേശിക്കുന്നതും കണ്ടു. ശതാധിപനും അവനോട് കൂടിയുള്ളവരും ഇത് കണ്ടപ്പോൾ രാത്രിയിൽ പീലാത്തോസിന്റെ അടുക്കൽ ഓടിച്ചെന്ന് അവർ നോക്കിക്കൊണ്ടിരുന്ന കല്ലറ വിട്ട് വളരെ ദുഃഖിതരായി. സത്യമായും അവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു തങ്ങൾ കണ്ടതെല്ലാം അറിയിച്ചു. പീലാത്തോസ് മറുപടി പറഞ്ഞു, ഞാൻ ദൈവപുത്രന്റെ രക്തത്തിൽ നിന്ന് ശുദ്ധനാണ്, പക്ഷേ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ അവർ എല്ലാവരും അടുത്തു ചെന്ന് ശതാധിപനോടും പടയാളികളോടും തങ്ങൾ കണ്ട കാര്യങ്ങൾ ഒന്നും പറയരുതെന്ന് കൽപ്പിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. കാരണം ദൈവമുമ്പാകെ ഏറ്റവും വലിയ പാപത്തിന് നാം കുറ്റക്കാരാകുകയും യഹൂദജനങ്ങളുടെ കൈകളിൽ അകപ്പെടുകയും കല്ലെറിയപ്പെടുകയും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനാൽ പീലാത്തോസ് ശതാധിപനോടും പടയാളികളോടും ഒന്നും പറയരുതെന്ന് കൽപ്പിച്ചു. പത്രോസ് രാത്രി 1:11 അനുസരിച്ച് നഷ്ടപ്പെട്ട സുവിശേഷം. അപ്പോൾ ദൈവത്തിന്റെ വചനം ആദാമിന് ലഭിച്ചു. അവൻ അവനോട് പറഞ്ഞു, ഓ ആദാമേ, നീ നിന്റെ രക്തം ചൊരിഞ്ഞതുപോലെ ഞാൻ നിന്റെ സന്തതിയുടെ മാംസമാകുമ്പോൾ എന്റെ സ്വന്തം രക്തം ചൊരിയണം. ഓ ആദാമേ, നീ മരിച്ചതുപോലെ ഞാനും മരിക്കും. നീ ഒരു യാഗപീഠം പണിതതുപോലെ ഞാൻ ഭൂമിയിൽ നിനക്ക് വേണ്ടി ഒരു യാഗപീഠം ഉണ്ടാക്കും. നീ അതിന്മേൽ നിന്റെ രക്തം അർപ്പിച്ചതുപോലെ ഞാൻ ഭൂമിയിലെ ഒരു യാഗപീഠത്തിൽ എന്റെ രക്തവും അർപ്പിക്കും. ആ രക്തത്താൽ നീ പാപമോചനത്തിനായി അപേക്ഷിച്ചതുപോലെ ഞാൻ എന്റെ രക്തത്താൽ പാപമോചനം നേടുകയും അതിൽ അതിക്രമങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യും. ആദാമിന്റെയും ഹവ്വായുടെയും 1-ാം പുസ്തകം അനുപാതം 24:4-5. നീ അന്വേഷിക്കുന്ന ജീവജലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത് നിനക്ക് നൽകപ്പെടുകയില്ല. എന്നാൽ ഗോൽഗോഥ ദേശത്ത് ഞാൻ എന്റെ രക്തം നിന്റെ തലയിൽ ചൊരിയുന്ന നാളിൽ, കാരണം എന്റെ രക്തം ആ സമയത്ത് നിനക്കും ജീവജലമായിരിക്കും. നിനക്കു മാത്രമല്ല, എന്നിൽ വിശ്വസിക്കുന്ന നിന്റെ സന്തതികളിൽ എല്ലാവർക്കും അത് എന്നേക്കും വിശ്രമത്തിനായിരിക്കട്ടെ. ആദാമിന്റെയും ഹവ്വായുടെയും ആദ്യ പുസ്തകം അനുപാതം 42:7-8. ദൈവം ആദാമിനോട് പറഞ്ഞു, ഭൂമിയിൽ എന്നെ കുത്തിത്തുളക്കുമ്പോൾ രക്തം എന്റെ അരികിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകുകയും എന്റെ ശരീരത്തിന് മുകളിലൂടെ ഒഴുകുകയും ചെയ്യുമ്പോൾ അങ്ങനെ എനിക്കും സംഭവിക്കും. അതാണ് യഥാർത്ഥ വഴിപാട്. അത് യാഗപീഠത്തിൽ ഒരു പൂർണ്ണമായ വഴിപാടായി അർപ്പിക്കപ്പെടും. ആദാമിന്റെയും ഹവ്വായുടെയും ആദ്യ പുസ്തകം അനുപാതം 69:6.